നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പോൾ പൂർണ്ണമായും ഓക്കെയാണെന്ന് കരുതുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നിങ്ങളെ മിസ് ചെയ്യുന്നു. കുറച്ച് കാലമായി കണ്ടിട്ട്. നിങ്ങൾ എന്നെ അല്പം മിസ് ചെയ്യുന്നുണ്ടോ? ഒരുപക്ഷേ. സത്യം പറഞ്ഞാൽ, ഞാൻ ശരിക്കും ലൈവിൽ വന്ന് ഒരുപാട് കാലമായി. പക്ഷേ, സത്യസന്ധമായി പറഞ്ഞാൽ, ഞാൻ നിശബ്ദമായി എന്റെ സ്വപ്നങ്ങൾ പതുക്കെ പതുക്കെ ഓരോ കഷണങ്ങളായി കെട്ടിപ്പടുക്കുകയായിരുന്നു. അതാണ് സത്യം. എന്നാൽ ഇന്ന് എനിക്കിനി കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എല്ലാം ഉള്ളിലൊതുക്കി നിങ്ങളുടെ മുന്നിൽ വന്ന് ഇതെല്ലാം പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ കാണുന്നതുപോലെ എന്റെ ലൈവിന്റെ തലക്കെട്ടിൽ ഞാൻ 2 ലളിതമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ, അവ വളരെ ശക്തമായ ചോദ്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദ്യങ്ങൾ ഇതാണ്: നിങ്ങൾക്ക് എത്രമാത്രം വിശക്കുന്നു? അത് നിങ്ങൾക്ക് എത്രത്തോളം അത്യാവശ്യമാണ്? ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? തീർച്ചയായും, ഞാൻ ഭക്ഷണത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ആ ആഗ്രഹത്തെക്കുറിച്ചാണ്. ആ ഊർജ്ജത്തെക്കുറിച്ചാണ്. നിയമാനുസൃതമായും ധാർമ്മികമായും സ്ഥിരമായും എന്ത് ചെയ്യാനും തയ്യാറുള്ള ആ തീവ്രമായ മനസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ശരിക്കും ആഗ്രഹിക്കുന്നത് ഇതാണോ? നമുക്ക് എത്രമാത്രം വിശക്കുന്നുണ്ട്? ഞാനൊരു സത്യം പറയാം. എന്തിനും ഞാൻ വിശക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി എനിക്ക് വിശക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി എനിക്ക് വിശക്കുന്നു. വലുതും വിജയകരവുമായ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ എനിക്ക് വിശക്കുന്നു. എന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ. എന്റെ പെൺമക്കൾ ജീവിതത്തിലൂടെ കടന്നുപോകുന്നത് കാണാൻ. അവർ അവരുടെ ഭാവി കെട്ടിപ്പടുക്കുന്നത് കാണാൻ. ലോകത്തിലെ എല്ലാ സമയവും എനിക്ക് വേണം. അവരുടെ ഭാവി കെട്ടിപ്പടുക്കാൻ. അവരെ പിന്തുണയ്ക്കാൻ. എനിക്ക് അവിടെ ഉണ്ടാകാൻ. ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ് എനിക്ക് വിശക്കുന്നത്? എന്റെ അയൽപക്കത്തെ, എനിക്കറിയാവുന്ന, ഞാൻ പിന്തുണയ്ക്കുന്ന എല്ലാ ബിസിനസ്സുകൾക്കും വേണ്ടി. ഒരു യഥാർത്ഥവും സർഗാത്മകവുമായ പരിഹാരങ്ങൾ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ബിസിനസ്സുകളെല്ലാം കൂടുതൽ ഉപഭോക്താക്കളെ നേടാൻ പുതിയൊരു വഴിക്കായി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് എനിക്ക് വിശക്കുന്നത്. വേറെ എന്തിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? ആളുകളുടെ ജീവിതം നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകളെ, നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആളുകളുടെ ജീവിതം മാറ്റിയെടുക്കാൻ ആ അവസരം ലഭിക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. അതെ, എനിക്ക് വളരെയധികം വിശക്കുന്നുണ്ട്. കഴിഞ്ഞ 6-7 വർഷത്തിനിടയിൽ ഞാൻ പഠിച്ചതെല്ലാം ആ വിശപ്പ് പടിപടിയായി ദിവസേന തൃപ്തിപ്പെടുത്താൻ ഞാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് എന്തിനാണ് വിശക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു. നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാണ് വിശക്കുന്നത്? ഈ അവസരം ഉപയോഗിച്ച് നിങ്ങൾ എന്തിനാണ് വിശക്കുന്നത് എന്ന് എഴുതാൻ നിങ്ങൾക്ക് കഴിയുമോ? ഗൗരവമായി. തീർച്ചയായും. ഭക്ഷണം കിട്ടാതെ വിശക്കുന്നവരും ഉണ്ട്. അതെ. വിശക്കുമ്പോൾ എങ്ങനെയിരിക്കും എന്ന് നമുക്കറിയാം. അത് ഏത് തരത്തിലുള്ള വിശപ്പാണെങ്കിലും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമുക്ക് അത്യാവശ്യമുണ്ടോ? നമുക്കത് എത്രത്തോളം വേണം? സത്യം പറഞ്ഞാൽ, എനിക്കിത് വളരെയധികം വേണം. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എന്റെ സാധാരണ ജോലിക്ക് ശേഷം ഞാൻ വീട്ടിൽ വന്ന് എന്റെ സ്വപ്നത്തിനായി എല്ലാ ദിവസവും മാനസികമായും ശാരീരികമായും തീർച്ചയായും വൈകാരികമായും പ്രവർത്തിക്കുന്നു. എനിക്കിത് അത്രയധികം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ എന്റെ പാതയിലെ
എല്ലാ തടസ്സങ്ങളെയും ഞാൻ മറികടന്നു. എനിക്കിത് അത്രയധികം ആവശ്യമുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് എനിക്കിത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ അതേ തീ, അതേ വിശപ്പ് ഉള്ളവരുമായി ഞാൻ എന്നെ തന്നെ ചുറ്റും നിർത്തേണ്ടതുണ്ട്. അതേ സ്വപ്നങ്ങളും അതേ കാഴ്ചപ്പാടുമുള്ള ആളുകൾ എന്റെ കൂടെയുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് നമ്മളത് ഓരോ കഷണങ്ങളായി കെട്ടിപ്പടുക്കുന്നു. അങ്ങനെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാൻ കഴിയും. ഇത് കാണുന്ന നിങ്ങളിൽ ചിലർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി അറിയാം. എന്നാൽ എന്റെ കൂട്ടുകാരാ, ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ്. നമ്മുടെ ചിന്തകളും ഊർജ്ജവും അവസരങ്ങളും ആളുകൾക്കിടയിൽ സ്വതന്ത്രമായി ഒഴുകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകളെ നമ്മൾ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? കൂടുതൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ ശരിയായ, നേരിട്ടുള്ള, മനുഷ്യത്വപരമായ ആശയവിനിമയത്തിലൂടെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരാളോട് ഞാൻ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ആ വ്യക്തി തിരിച്ച് ഞാനും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഒരേ സ്വപ്നത്തിലും ഒരേ കാഴ്ചപ്പാടിലുമാണ് ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ആവശ്യമുള്ളവരുമായി ബന്ധപ്പെടാനുള്ള ആ ശക്തിയുണ്ട്. കളിക്കളം തുല്യമാണ്. എല്ലാവരും ഒരുപോലെയാണ്. എല്ലാ അവസരങ്ങളും തുല്യമാണ്. എല്ലാ ദിവസവും ആളുകളുടെ വാതിലിൽ അവസരങ്ങൾ മുട്ടുന്നുണ്ട്. നമുക്കത് സ്വന്തമാക്കാൻ ആവശ്യത്തിന് വിശപ്പുണ്ടോ? അതുകൊണ്ട് ഇന്ന് രാത്രി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയായിരുന്നാലും രാവിലെ, ഇത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഇവിടെ വരാൻ കാരണം നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലും നിങ്ങൾക്കും വിശക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം, ഒരു വിജയിക്കുന്ന ജീവിതം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെയെത്താൻ നമ്മൾ പഴയ ചിന്താരീതികളും പഴയ ബന്ധിപ്പിക്കുന്ന വഴികളും ഉപേക്ഷിക്കേണ്ടതുണ്ട്. നമ്മെ ശാക്തീകരിക്കുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മെപ്പോലെ തന്നെ വിശക്കുന്നവരുമായി നമ്മൾ നമ്മെത്തന്നെ ചുറ്റും നിർത്തണം. എന്റെ കൂട്ടുകാരെ, നിങ്ങളോടുള്ള എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് അത് എത്രത്തോളം അത്യാവശ്യമാണ്? നിങ്ങൾക്ക് സ്വയം കുടുങ്ങിപ്പോയ അവസ്ഥയിൽ നിന്ന് പുറത്തുവരാൻ ആവശ്യത്തിന് അത് അത്യാവശ്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് തന്നെ കുടുങ്ങിക്കിടക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? അത് നിങ്ങൾക്ക് എത്രത്തോളം അത്യാവശ്യമാണ്? തെളിയിക്കപ്പെട്ട ദിശ പിന്തുടരാൻ മാത്രം അത് നിങ്ങൾക്ക് അത്യാവശ്യമാണോ? നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മാത്രം അത് നിങ്ങൾക്ക് അത്യാവശ്യമാണോ? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. എന്ത് വില കൊടുത്തും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ എത്ര വഴികളുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് അത്യാവശ്യമുണ്ടോ? നിങ്ങൾക്ക് ആവശ്യത്തിന് വിശപ്പുണ്ടോ? കാരണം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളും നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളും നിങ്ങൾ അർഹിക്കുന്നിടത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങളെ എത്തിക്കും. അതുകൊണ്ട് ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് അത് വേണമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് അത് അത്യാവശ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ കഠിനമായി പരിശ്രമിക്കാൻ മാത്രം നിങ്ങൾക്ക് വിശപ്പുണ്ടോ? ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത്? ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് തന്നെ തുടരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ ഉയർന്നുവരാനും
ആവശ്യമായ നടപടികൾ എടുക്കാനും വിജയിക്കാൻ വേണ്ടി എന്തു ചെയ്യാനും നിങ്ങൾക്ക് അത് അത്യാവശ്യമുണ്ടോ? വ്യക്തിപരമായി ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയാം. എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സമൂഹത്തോടൊപ്പമാണ് ഞാൻ എന്റെ വിജയം കെട്ടിപ്പടുക്കുന്നത്. നമ്മളെല്ലാവരും അതിൽ ഒരുമിച്ചാണ്. ആ സമൂഹം ഖവോയവ്മുവനാൻ ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അവസാനമായി ഒരു തവണ കൂടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്രമാത്രം വിശക്കുന്നു? അത് നിങ്ങൾക്ക് എത്രത്തോളം അത്യാവശ്യമാണ്? കൂട്ടുകാരേ, നിങ്ങളുടെ ഉത്തരം എല്ലാം നിർണ്ണയിക്കും. അതുകൊണ്ട്